മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സൺറൈസിന്റെ പുതിയ ദിവസത്തേക്ക് സ്വാഗതം. മാസത്തില് അല്ല ആഴ്ച 2-3 ദിവസമെങ്കിലും സൺറൈസിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സൺറൈസിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് വേണ്ടി നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അനിൽകുമാർ VS സാറാണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സൈക്കോളജിയിലെ ബിരുദാനന്ദ ബിരുദവും പിന്നെ ചെസ് കോച്ചുമാണ്. ഇടയ്ക്ക് നല്ല മോട്ടിവേഷൻ ടോക്കുകളിലൂടെയൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ ആ ഒരു സൺഡേസ് ട്രിപ്പിൽ സാറിൻ്റെ കൂടെ കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവരെയും സൺഡേസിന്റെ പുതിയ ദിവസത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. മാക്സിമം ആളുകൾ വീഡിയോ ഓൺ ആക്കിയിരിക്കാൻ ശ്രമിക്കണം. വെൽക്കം അനിൽ സാർ. താങ്ക് യു ജോമൻ സാർ. എന്നെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറേ ഓഡിബിൾ ആണ്, കാണാം. ഓക്കെ, താങ്ക് യു ഫോർ ദ സൂം ആൻഡ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം 2026 സൺറൈസിനോടൊപ്പം ആദ്യമാണ്. അപ്പൊ താങ്ക് യു വിനോദ് സാർ, അനിൽ സാർ, സന്ധ്യമാം, ഓൾ പാർട്ടിസിപ്പൻസ്. അപ്പൊ ഈ 2026 കടക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ഒരു മാസം കടന്നുപോയത് അല്ലേ വിനോദ് സാറേ? എത്ര പെട്ടെന്നാണ്, അങ്ങനെ തോന്നുന്നില്ലേ? ടൈം ഈസ് വെയിറ്റിംഗ് ഫോർ അസ്. നമുക്ക് വേണ്ടിയിട്ട് സമയം കാത്തു നിൽക്കാറില്ല. പിന്നെ എന്തുകൊണ്ട് നല്ല സമയത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കണം? എന്തിനു വേണ്ടി നമ്മൾ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം? നമ്മൾ കിട്ടുന്ന സമയത്തെ നമ്മൾ എന്താക്കണം? പെർഫെക്റ്റ് ആക്കണം. എന്നെ കേൾക്കുന്ന എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, പെർഫെക്റ്റ് മൊമെന്റ്, പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു മിഥ്യയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നുണ്ട് തന്നെ എൻ്റെ സെഷനെ കുറിച്ച് പറഞ്ഞു. അഫർമേഷനാണ്. എന്താണ് അഫർമേഷൻ? അതൊക്കെ മുമ്പ് നമുക്കൊന്ന് ഒരു ചെറിയൊരു എക്സസൈസിലൂടെ കിടക്കാം. സ്ക്രീൻ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമൈ കാണുന്നുണ്ടോ സാറേ? ഓക്കെ, ഫുൾ സ്ക്രീൻ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ? ഫുള്ളായോ? അപ്പൊ നമുക്കിന്ന് അഫർമേഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ചിന്തകൾ നമ്മളെ നെഗറ്റീവ് ആക്കുന്നുണ്ട്. ആം ഐ കറക്റ്റ്? യെസ് ഓർ നോ? അതായത് ചില നിയമങ്ങൾ, അത് ഫിസിക്സിലായിക്കോട്ടെ എന്തിലായിക്കോട്ടെ, പ്രകൃതി നിയമങ്ങൾ, അതെല്ലാവർക്കും ബാധകമാണ്. പക്ഷെ ആ നിയമം എന്താണെന്ന് നമ്മൾ അറിയണമെന്നില്ല. ലോ ഓഫ് ഗ്രാവിറ്റി, ഒരു കനമുള്ള വസ്തു അല്പം മുകളിൽ നിന്ന് താഴോട്ട് പതിച്ചാൽ, മുകളിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അത് താഴോട്ട് പതിക്കും, അത് ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും ഒരാൾ മാങ്ങ പറിക്കുന്നുണ്ട്, നമ്മൾ തെങ്ങിൽ നിന്ന് തേങ്ങ ഇടുന്നുണ്ട്, ചക്ക ഇടുന്നുണ്ട്. അതെല്ലാം എന്തായിട്ടാണ്? ലോ ഓഫ് ഗ്രാവിറ്റിയാണ്. അപ്പൊ ഇതുപോലെ തന്നെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഉണ്ടാക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ വെച്ച് നമുക്ക് തീർച്ചയായിട്ടും പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. യെസ് ഓർ നോ? യെസ്. കാരണം എന്താണെന്നറിയാവോ? നമ്മളുടെ മനസ്സ് ഒരു ക്ലേ മോഡലാണ്. ക്ലേ ആണ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വേണമെങ്കിൽ നമ്മൾ ഈ പറയുന്നില്ല വലിച്ചു നീട്ടി തകിടാക്കാം, പിന്നെ അടിച്ചു പരത്തി തകിടാക്കാം, വലിച്ചു നീട്ടി കമ്പിയാക്കാം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ മനസ്സിനെ നമുക്ക് പരുവപ്പെടുത്താം. പക്ഷെ നമ്മളുടെ മനസ്സ് നമ്മളുടെ ഒപ്പം അല്ല, എപ്പോഴും കംഫർട്ട് സോണാണ് തേടുന്നത്. ഇപ്പൊ ഈ സമയത്ത് രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞാൽ പലരും മടിയാണ് എഴുന്നേക്കാൻ. ഇപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു? ഒരു ഡെലിബറേറ്റ് ചിന്ത എടുത്തു, ഞാൻ ഇന്നിങ്ങനെ വരാം, എന്താണെന്ന് പഠിക്കാം. യെസ്. അപ്പൊ നമ്മൾ ഈ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുക. ഡിസ്കംഫർട്ട് ഇൻ കംഫർട്ട് സോൺ. എവിടെയാണോ നമ്മൾ സുഖകരമായിരിക്കുന്നത് അതെന്തോ എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കൊന്ന് ആലോചിക്കുക, ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളൊരു പുതിയൊരു ഓഫീസിലേക്ക്, ഒരു കെട്ടിടത്തിലേക്ക് പോകുന്നു. അവിടെ നിങ്ങൾ കാണുന്നത് ഈ പറയുന്ന പോലെ ഒരു വലിയൊരു ബിൽഡിംഗ്. ആ വലിയ ബിൽഡിങ്ങിന്റെ ഒരുപക്ഷെ 3rd ഫ്ലോറിലായിരിക്കും നിങ്ങൾ എത്തേണ്ടത്.
അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്ന അവിടെ ലിഫ്റ്റ് ഉണ്ടോ എന്നാണ്. യെസ് ഓർ നോ? ആണോ? യെസ്. ലിഫ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ നമ്മുടെ മനസ്സ് എനിക്ക് കഴിയല, വല്ലാത്തൊരവസ്ഥയാകും. അപ്പോഴാണ് നിങ്ങൾ നോക്കി മനോഹരമായ ഒരു സ്റ്റെയർ കേസ് കാണുന്നുണ്ടോ? പക്ഷെ അന്നാലും നമുക്ക് ദേഷ്യമാണ്. ഇത് ഈ സ്റ്റെയർ കേസ് മനോഹരമാണ്, പക്ഷെ ഇവിടെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കേട്ടാ. അതെല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്യുക, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഈ സ്റ്റെയർ കേസിലേക്ക് ആദ്യം നമ്മൾ എടുത്തു വെക്കുന്ന കാല് ഏതായിരിക്കും? ഓരോരുത്തർക്കും ഒന്ന് ചാറ്റ് ചെയ്യാം. ജോമൻ സാർ, വിനോദ് സാർ, അംബിക മാം, എന്തൊക്കെയായിരിക്കും ആദ്യം എടുത്ത് വെക്കുന്ന കാലിന്? എപ്പോഴും ഒരു ഡെലിബറേറ്റ് നമ്മൾ എപ്പോഴും അതായിരിക്കും എടുക്കുന്നത്. ജോമൻ സാർ ഏതായിരിക്കും? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? അംബിക മാം റൈറ്റ് കാല് പറഞ്ഞു. വിനോദ് സാറേ വലത് കാല്. സാറേ റൈറ്റ്. ആരെങ്കിലും ലെഫ്റ്റ് ഉണ്ടോ? ആരുമില്ല. യെസ്. ഇനി മുതൽ നമ്മളൊരു ഡെലിബറേറ്റ് ചിന്ത എടുക്കുന്നു. നമ്മൾ ആ വലത് കാലിനൊന്ന് പിടിച്ചു നിർത്തിയിട്ട് ഇടത് കാല് വെച്ചൊന്ന് കയറുന്നു. പക്ഷെ ഒരു വീട്ടിൽ കയറുമ്പോൾ നമ്മൾ ഒരു പക്ഷേ വലത് കാല് വെക്കും. പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡെലിബറേറ്റ് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ എന്നെ കേൾക്കുന്നവർ, ആർ യു റെഡി? യെസ് ഓർ നോ? അങ്ങനെ ചെയ്യുവോ? നമ്മൾ നമ്മുടെ മൈൻഡിനെ ഒന്ന് പറ്റിക്കുന്നു. നമ്മൾ എപ്പോഴും ഒരു കംഫർട്ട് സോണാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടം എന്റെ വലത് കാല് വെക്കുന്നതാണ്. നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ഒന്ന് ഡെലിബറേറ്റ് ബ്രേക്ക് ചെയ്യുന്നു. ആർ യു റെഡി? യെസ് ഓർ നോ? യെസ്. ചാറ്റ് ബോക്സും ഇങ്ങനെ ഓഡിയോ കിടക്കിടക്ക് വരണം. അപ്പൊ അത് ഓക്കെ, എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു 1 മിനിറ്റ് സംഭവമാണേ. ഒരു മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ വേണ്ട. എല്ലാവരും ഒന്ന് ജസ്റ്റ് കണ്ണടച്ചിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് കണ്ണു തുറക്കാൻ കഴിയുമോ? വിത്തൗട്ട് എനി 1 മിനിറ്റ് നിങ്ങളുടെ ദൈർഘ്യം എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായി വിചാരിക്കുന്നു. 1 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാവരും കണ്ണു തുറക്കാം. അപ്പോൾ ഒരു ടേക്ക് എ ലോങ് ബ്രീത്ത്. സ്റ്റാർട്ട്. കണ്ണടച്ചുകൊണ്ട് 1 മിനിറ്റ് എപ്പോഴാണോ തോന്നുന്നത് ശബ്ദം ഉണ്ടാക്കാതെ കണ്ണുടക്കാം. ചിലപ്പോൾ മറ്റുള്ളവർ 1 മിനിറ്റ് ആയില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഇരിക്കാം. ചിലർ 1 മിനിറ്റ് മുമ്പേ തുറക്കാം. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. റെഡി, സ്റ്റാർട്ട്. താങ്ക് യു. 1 മിനിറ്റ് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കൂടിയായി. എത്ര പേർ 1 മിനിറ്റ് മുമ്പേ കണ്ണുകൾ തുറന്നു? എണ്ണരുതും. ഇത് 1 മിനിറ്റിന്റെ ദൈർഘ്യം നമ്മുടെ മനസ്സ് എന്തുമാത്രം പവർഫുൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് എണ്ണിയാൽ എങ്ങനെ ശരിയാവുന്ന? അത് ഞാൻ അങ്ങനെ എണ്ണരുതും. 1 മിനിറ്റ് നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ എത്രമാത്രം ദൈർഘ്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. സോറി, അപ്പൊ എന്റെ ഇൻസ്ട്രക്ഷൻ അല്പം തെറ്റിപ്പോയി. എണ്ണാതെ 1 മിനിറ്റ് നിങ്ങൾ ഇരിക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ന് ക്ലാസ് ഇതാണ്, അഫർമേഷൻ. അപ്പൊ വാട്ട് ഈസ് അഫർമേഷൻ എന്ന് എല്ലാവർക്കും വേണമെങ്കിൽ ഇപ്പം ചാറ്റ് ബോക്സിൽ പറയാം. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സെന്റൻസ് ആണ്. നമ്മൾ ഇടക്കിടക്ക് നമ്മളുടെ മനസ്സിന് കൊടുക്കുന്ന ചില വാക്കുകളാണ്. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പവർഫുൾ ആകും. നമ്മൾ പവർഫുൾ ആകുക വഴി നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് ഒരു എനർജി കൊടുക്കാൻ പറ്റും. ഈ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മലയാളം വേണമെങ്കിൽ പറയാം ആത്മകൽപ്പനകൾ. ഈ അഫർമേഷൻ എപ്പോഴൊക്കെ ഉപയോഗിക്കാം? നമ്മളുടെ മെഡിറ്റേഷനിൽ ഉപയോഗിക്കാം, നമ്മളുടെ പ്രയറിൽ ഉപയോഗിക്കാം, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കോൺവെർസേഷനിൽ ഉപയോഗിക്കാം, മെഡിറ്റേഷനിൽ ഉപയോഗിക്കാം, അത് പാട്ടായിട്ട് ഉപയോഗിക്കാം, റെക്കോർഡഡ് രൂപത്തിൽ ഉപയോഗിക്കാം. അപ്പൊ എന്താണ് അഫർമേഷൻ? ആത്മകൽപ്പനകൾ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആരും അറിയണമെന്നില്ല. നമുക്ക് നമ്മളുടെ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു അഫർമേഷൻ എടുത്തുകൊണ്ട്
അല്പം പോസിറ്റീവ് ആക്കാം. ഈ അഫർമേഷന്റെ ഒരു ഡെഫിനിഷൻ വേണമെങ്കിൽ പലർക്കും അഫർമേഷൻ അറിയാം. ഡെഫിനിഷൻ ഇങ്ങനെ വേണമെങ്കിൽ പറയാം: അഫർമേഷൻസ് ആർ സെന്റൻസസ്. അത് സെന്റൻസ് ആണ്. അഫക്ട് ദ സബ് കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് മൈൻഡ്. നമ്മളുടെ മനസ്സിനെ, ഏതൊക്കെ മനസ്സിനെ? കോൺഷ്യസിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും അഫക്ട് ചെയ്യുന്നു, ബാധിക്കുന്നു ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ഈ അഫർമേഷൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ആക്കുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ ഒരു ചില ഓട്ടോ സജഷൻ കൊടുക്കുന്ന വഴി നമ്മുടെ സെൽസ് ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ ആയിരിക്കണം അഫർമേഷൻ? അഫർമേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കണം, പ്രസന്റ് ടെൻസിലായിരിക്കണം. അപ്പൊ ഉദാഹരണം, ഞാൻ വളരെ ഡള്ളായിട്ടിരിക്കുകയാണ്, സ്ട്രെസ് ആയിരിക്കുകയാണ് ഡ്യൂ ടു സം പേഴ്സൺ. ഉടനെ ഞാൻ പറയാണ് ഐ ആം സ്ട്രെസ്ഡ് ഡ്യൂ ടു ദാറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ സ്ട്രെസ്സിലാവും. ഉടനെ നമ്മൾ പറയേണ്ടത് ഐ ആം ഹാപ്പി. ഐ ആം ഹാപ്പി, ഞാനൊരു സന്തോഷവാനാണെന്ന് പറയുമ്പോൾ വളരെ ഇതാണ്. അല്ലാതെ ഞാൻ നാളെ ഹാപ്പി ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി. അപ്പൊ എപ്പോഴും എന്തായിരിക്കണം? അഫർമേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കണം. അതെന്തായിരിക്കണം? നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ ചലഞ്ച് ചെയ്യുന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും ഒരു അഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാവോ? ഇഷ്ടപ്പെട്ടൊരു അഫർമേഷൻ, ഒരു അഫർമേഷൻ പറയാവോ? എനിബഡി? ഞാൻ സന്തോഷവാനാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സാർ, താങ്ക് യു. കണ്ട, ഞാൻ സന്തോഷമാണ്. എന്ത് സിമ്പിളാ ഇത്! പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. നമ്മൾ എന്ത് പറഞ്ഞ റിപ്പീറ്റ് ചെയ്യണം. അതിനൊരു ഇന്റൻഷൻ വേണം, ഒരു പർപ്പസ് വേണം. വെറുതെ നമ്മളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്താൽ പറ്റില്ല, നമ്മുടെ ഹൃദയം കൊണ്ട് പറയണം. ഇപ്പൊ ആ ഒരു ഞാൻ സന്തോഷവാനാണെന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ന്യൂറൽ പാത്വേയിലേക്കൊരു വഴി വെട്ടിത്തെളിക്കുകയാണ്. പുല്ലുകൾ നിറഞ്ഞ ആ ഒരു പ്രദേശം എപ്പോഴും സ്ഥിരമായി നടക്കുമ്പോൾ അവിടെ ഒരു വഴിച്ചാല് തെളിയുന്ന പോലെ തന്നെ ഞാൻ സന്തോഷവാനാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ. കാരണം ഇന്നലകളിൽ പല ടെൻഷനായിരുന്നു. ഇന്നലകളിൽ ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങൾ നടന്നിട്ട് സക്സസ് ആയില്ല. ഇന്നലെ ഒരാൾ നൽകിയ ചില ടെൻഷൻസ് ഉണ്ടായിരുന്നു. ഇന്നലെ ചില പരാജയങ്ങളുണ്ട്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയേണ്ട 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഗ്രാറ്റിറ്റ്യൂഡ് ടു അവർ മൈൻഡ്, ബോഡി. ഞാൻ ഈ ഭൂമിയിൽ സന്തോഷവാനായിരിക്കുന്നതിന് നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് ടു അവർ നേച്ചർ. കണ്ട, നമ്മുടെ പ്രകൃതിയോട് നന്ദി പറയുക. ഈ സൂര്യോദയം എനിക്ക് കാണാൻ കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഈ സൂര്യോദയം കാണാൻ കഴിഞ്ഞു. ഇന്നലെ ഉറങ്ങിയ പലരും ഇന്നൊരു പക്ഷേ ICUലായിരിക്കാം. ഇന്നത്തെ പ്രഭാതം കാണാൻ കഴിഞ്ഞില്ല. കണ്ട, അപ്പൊ ഇനി മുതൽ എന്നെ കേൾക്കുന്ന എല്ലാവരും ഇത് ചെയ്യുന്നതായിരിക്കാം. ഒരു പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെലിബറേറ്റ് ആയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ടു അവർ മൈൻഡ് ആൻഡ് ബോഡി, ഗ്രാറ്റിറ്റ്യൂഡ് ടു ദിസ് നേച്ചർ, ഗ്രാറ്റിറ്റ്യൂഡ് ടു അവർ പേരൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് ടു അവർ ചലഞ്ചസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർ ഡേ ബിഗിൻസ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ഒരു ദിവസം നന്ദിയോട് തുടങ്ങുന്നു. അവർ ഡേ സ്പെൻസ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ഒരു ദിവസം എന്ത് ചെയ്യുന്നു? നന്ദിയോട് നമ്മൾ ചെലവഴിക്കുന്നു. ഉറങ്ങാൻ നേരത്ത് നമ്മൾ വീണ്ടും താങ്ക്സ് ടു യൂണിവേഴ്സ്, ഇന്നത്തെ ദിവസം മനോഹരമാക്കിയതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉറങ്ങുന്നു. ആർ യു റെഡി? എന്നെ കേൾക്കുന്നവർ തയ്യാറാണോ? യെസ്. അപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് തുടങ്ങി. നമുക്കൊരു പുഞ്ചിരിക്കാം. നമുക്ക് സന്തോഷത്തിന് ഏറ്റവും നല്ലൊരു കാര്യം ഒരു പുഞ്ചിരി നൽകാം. എന്ത് നൽകാം? അപ്പൊ അവർ ഡേ ബിഗിൻസ് വിത്ത് എ സ്മൈൽ. എനിക്ക് ഈ പ്രഭാതം കാണാൻ കഴിഞ്ഞു, ഐ ആം ഹാപ്പി. ഇനി നമുക്കെന്ത്? പുഞ്ചിരിയോടുകൂടി തന്നെ നമ്മുടെ ദിവസം ചെലവഴിക്കാം. ഈ ദിവസവും നമുക്ക് എന്ത് ചെയ്യാം? പുഞ്ചിരിയോട് നമുക്ക് എന്താ അവസാനിക്കാം. നോക്കൂ, അവർ ഡേ ബിഗിൻസ് വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ്, അവർ ഡേ ബിഗിൻസ് വിത്ത് എ സ്മൈൽ, വി സ്പെൻഡ് വിത്ത് എ സ്മൈൽ ആൻഡ് എൻഡ്സ് ദ ഡേ വിത്ത് എ സ്മൈൽ. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും നാളെ മുതൽ ഡെലിബറേറ്റ് ആയിട്ട് ഒരു പക്ഷെ സ്റ്റെപ്പ് കയറുമ്പോൾ വലതുകാലാണെങ്കിൽ ഇടതുകാല് വെക്കുന്നു. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 2025 ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നടന്നില്ല. പക്ഷേ ഇന്നത്തെ ഈ ദിവസം എൻ്റെ കൺട്രോളിലാണ്. ഞാൻ അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. അപ്പം അങ്ങനെ വെച്ച് തുടങ്ങുമ്പോൾ
ഒരു ചേഞ്ച് വരുത്തുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ചില അറകൾ നമുക്കായി വെട്ടി തുറക്കുന്നു. വേണമെങ്കിൽ നമ്മൾ പറയില്ലേ, മെന്റൽ സാഞ്ചുറി എന്നൊരു വേർഡുണ്ട്. കേട്ടിട്ടുള്ളവരൊന്ന് പറയാവോ, എന്താണ് ഈ മെന്റൽ സാഞ്ചുറി? ഞാനതൊന്ന് പറയാം. മെന്റൽ സാഞ്ചുറി എന്ന് പറഞ്ഞാൽ നമ്മൾ ബേഡ് സാഞ്ചുറി കേട്ടിട്ടുണ്ട്. മെന്റൽ സാഞ്ചുറി മനസ്സുകൊണ്ട് നമുക്ക് ഏതിഷ്ടപ്പെട്ട പ്രദേശത്തേക്കും പോകാം. മനസ്സുകൊണ്ടൊരു തടാകത്തിനരിയിലേക്ക് പോകാം. മനസ്സുകൊണ്ട് നമ്മളൊരു ലേക്കിനടുത്തേക്ക് പോകാം. മനസ്സുകൊണ്ടൊരു കടൽ ബീച്ചിലേക്ക് നമുക്ക് പോകാം. തടാകത്തിൽ ഒരു ശാന്തമായി ഒഴുകുന്നൊരു പുഴയുണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഒരുപാട് പുഷ്പങ്ങൾ, റോസ്, മറ്റ് ഒരുപാട് പുഷ്പങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാം? ഈ മെന്റൽ സാഞ്ചുറി നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ അഫർമേഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞു? ആത്മകൽപ്പനകളാണ്. അത് പോസിറ്റീവായിരിക്കണം. എപ്പോഴും എന്താ പറയുക, പ്രസന്റ് ടെൻസിലായിരിക്കണം. അതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? സബ് കോൺഷ്യസിലും കോൺഷ്യസ് മൈൻഡിലും അത് അഫക്റ്റ് ചെയ്യുന്നു. നെഗറ്റീവ് തോട്ടിനെ ഇല്ലാതാക്കുന്നു. നമ്മളുടെ നമ്മുടെ മനസ്സിലൊരു മെന്റൽ ഇമേജ് ഉണ്ടാക്കുന്നു. ചില പെരുമാറ്റങ്ങൾ, ചില ഹാബിറ്റ്സുകൾ, ചില ആക്ഷൻസ്, ചില റിയാക്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ വെറുതെ ഇരുന്നുകൊണ്ട് നമുക്ക് കണ്ണടച്ച്, ഇപ്പൊ നിങ്ങളാണെങ്കിലും വെറുതെ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, ഇഷ്ടപ്പെട്ട ഒരു പ്രദേശത്തേക്ക്, ഒരുപക്ഷെ മൗണ്ടൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തടാകമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബീച്ചായിരിക്കാം, ഒന്ന് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ടെൻഷൻ ആണെങ്കിലും ടേക്ക് എ ലോങ് ബ്രീത്ത്. ഇപ്പോൾ നിങ്ങൾ ഒരു ശാന്തമായി ഒഴുകുന്ന ഒരു തടാകം മനസ്സിൽ കാണുന്നു. ആ തടാകത്തിൽ അരയന്നങ്ങൾ എല്ലാം ഇങ്ങനെ ഒഴുകി നടക്കുന്നു. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കുന്നു. അവരുടെ കയ്യിൽ പന്തുണ്ട്. ബട്ടർഫ്ലൈസ്, ചിത്രശലഭങ്ങൾ ഓരോ പൂവിൽ നിന്നും ഇങ്ങനെ തേൻ കുടിച്ച് പറന്ന് നടക്കുന്നു. അവിടെ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമാണ്. ഞാനും സന്തോഷിക്കുന്നു. ഇപ്പോൾ ഞാൻ ആ തടാകത്തിന്റെയും ആ തടാകത്തിന് ചുറ്റുമുള്ള ആ പൂക്കളുടെയും മരങ്ങളുടെയും സൗന്ദര്യം ആസ്വദിക്കുന്നു. ആ തടാകത്തിന്റെ അപ്പുറയായി വലിയൊരു പർവ്വതനിരകളുണ്ട്. ഇതെല്ലാം ഞാൻ ആസ്വദിക്കുന്നു. ടേക്ക് എ ലോങ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, സ്ലോലി കണ്ണുകൾ തുറക്കാം. കണ്ടാ, നമുക്ക് എത്ര പെട്ടെന്നാണ് നമുക്ക് നമ്മുടെ മെന്റൽ സാഞ്ചുറിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എങ്ങനെയാണ് അഫർമേഷൻ വർക്കുന്നത്? അത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്ട്രെങ്തൻ ചെയ്യുന്നു, അതിന്റെ ശക്തി കൂടുന്നു. സെൽഫ് അഫർമേഷൻ തിയറി, നമ്മളിങ്ങനെ അഫർമേഷൻ എടുക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? വളരെ പവർഫുൾ ആവുന്നു, ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇനി എന്തൊക്കെയാണ് അഫർമേഷന്റെ പ്രയോജനങ്ങൾ? വെറുതെ ഇങ്ങനെ കുറെ അഫർമേഷൻ എടുത്തിട്ടുണ്ട് കാര്യമുണ്ടോ? അഫർമേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തും സ്ട്രെസ്, എന്തുമാത്രം ആങ്സൈറ്റിയാണ്. ഇന്നലെ കഴിഞ്ഞ കാര്യത്തോട് സ്ട്രെസ്, ഇനി നാളെ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ആങ്സൈറ്റി. നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. അഫർമേഷൻ എടുക്കുമ്പോൾ ആ അഫർമേഷന്റെ വാക്കുകളുടെ ശക്തി, അതിൻ്റെ ഒരു പവർഫുൾ, നമ്മളൊരു ശ്വാസം എടുത്തതിന് ശേഷം എടുക്കുമ്പോൾ നമ്മളുടെ മനസ്സ് ശാന്തമാവുന്നു, നമ്മൾ മൈൻഡ്ഫുൾ ആവുന്നു, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. ഇപ്പൊ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. എനിക്കൊരു നല്ലൊരു കാർ വാങ്ങിക്കണം എന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ, യെസ്, ഇപ്പൊ അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു കാറ്, ആ കാറിന്റെ നിറം, കാറിനുള്ളിൽ നിങ്ങൾ കയറിയിരിക്കുന്നത്, കാറിലെ AC, കാറിൽ നിന്ന് വരുന്ന ആ പാട്ട്, ഒരുപക്ഷെ നല്ല ഹിന്ദി ഗാനമായിരിക്കാം, പഴയ മലയാളമായിരിക്കാം. ആ പാട്ടൊക്കെ കേൾക്കുന്നത് വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ കാറിലൂടെ പോകുമ്പോൾ നമുക്കറിയാവുന്ന കുറെ ആൾക്കാരൊക്കെ നമ്മൾ ആ ടാറ്റ, നമ്മുടെ കാറിന്റെ നിറം നോക്കുന്നു, കാറിനെ കുറിച്ച് നല്ലത് പറയുന്നു. കണ്ട, അല്പസമയം കൊണ്ട് നമ്മൾ ആ കാറിനകത്ത് കയറി, കാറിൽ യാത്ര ചെയ്തു, കാറിൽ പാട്ട് കേട്ടു. കണ്ട, ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് പെട്ടെന്ന് ആ മെന്റൽ സാഞ്ചുറിയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നു. അപ്പം സ്ട്രെസ് കുറക്കുന്നു, ആങ്സൈറ്റി കുറക്കുന്നു, ബൂസ്റ്റ് സെൽഫ് എസ്റ്റീം. നമ്മളുടെ ചിലപ്പോൾ സെൽഫ് എസ്റ്റീം ഒക്കെ വളരെ കുറവായിരിക്കും. മേ ബി ദ സറൗണ്ടിങ്സ്, നമ്മുടെ വീട്ടിൽ ഒരു പക്ഷേ ആകാം, നമ്മുടെ ഓഫീസിലെ ടെൻഷൻ ആയിരിക്കാം, നമുക്ക് ഒരുപക്ഷെ നമ്മളുടെ ചില അസുഖങ്ങൾ കാരണമായിരിക്കാം. പക്ഷെ അഫർമേഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ സെൽഫ് എസ്റ്റീം കൂട്ടുന്നു, ഇംപ്രൂവ്സ് പെർഫോമൻസ്. ഞാനൊരു ചെറിയൊരു പഠനം നടത്തിയത്, ആഫ്റ്റർ കോവിഡിന് ശേഷം നമ്മളുടെ പെർഫോമൻസിൽ, നമ്മളുടെ ടൈം മാനേജ്മെന്റിൽ ഒരുപാട് ചലഞ്ചസ് വന്നിട്ടുണ്ട്. പഴയ പോലെ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മേ ബി അവർ ബോഡി ബി. അപ്പൊ ഈ നമ്മളുടെ പെർഫോമൻസിനെ അല്പം കൂടി സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഈ ആത്മകൽപ്പനകൾക്ക് കഴിയും.
അഫർമേഷൻസിന് കഴിയും. ഓക്കെ, പിന്നെന്ത് ചെയ്യുന്നു? പ്രൊമോട്ട്സ് ഹെൽത്തിയർ ഹാബിറ്റ്സ്. ഞാൻ നാളെ രാവിലെ എഴുന്നേക്കും, അല്ലെ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്നെല്ലാവരും രാവിലെ എഴുന്നേറ്റു. കണ്ട, നമ്മളുടെ ആ ഹാബിറ്റ്സ് ഇൻക്രീസ് റെസിലിയൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ട വാക്കാണ്. വാട്ട് ഈസ് റെസിലിയൻസ്? പ്രതിരോധ ശേഷി ഉണ്ടാവുക. ഈ റെസിലിയൻസ് വെച്ചൊരു ഇക്വേഷൻ ഉണ്ട്, എല്ലാവരും ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്ട്രെസ്, നമ്മുടെ സമ്മർദ്ദം, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിവൈഡഡ് ബൈ റെസിലിയൻസ് എന്നാണ് പറയുന്നത്. നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതിന്റെ കാരണം എന്തൊക്കെയാണ്? പ്രഷർ ഡിവൈഡ് ബൈ റെസിലിയൻസ്. നമ്മളുടെ സ്ട്രെസ് കുറക്കണമെങ്കിൽ നമ്മളുടെ പ്രഷർ കുറക്കാൻ പറ്റില്ല. കാരണം പ്രഷർ ഓൾറെഡി നമ്മുടെ ജീവിതത്തിലുണ്ട്. ജീവിതമാണ് പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, തള്ളപ്പെടും. നമ്മളെ ചിലർ കുറ്റപ്പെടുത്തും. ഇതെല്ലാം നമ്മളുടെ ആ പ്രഷറാണ്. പക്ഷെ നമ്മളുടെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ, ഏത് പ്രശ്നങ്ങളിലും അതിജീവിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ അത് വരുന്നത് താഴെയാണ്. അപ്പൊ സ്ട്രെസ് ഈസ് ഈക്വൽ ടു പ്രഷർ ഡിവൈഡഡ് ബൈ റെസിലിയൻസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെസ്സിലെ ഇത് കുറക്കണമെങ്കിൽ പ്രഷർ ഓൾറെഡി ഈ ഭൂമിയിലുണ്ട്, ഈ ജീവിതത്തിലുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസിലിയൻസ് കൂട്ടാം. അങ്ങനെയാണ് റെസിലിയൻസ് കൂട്ടുന്നത്. നമ്മൾ ഇതുപോലെയൊക്കെയുള്ള പല ആൾക്കാരുമായിട്ട് നമുക്ക് നല്ലൊരു കൂട്ടുകെട്ട്, ഒരു വിഷയം നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ വിളിക്കാൻ പറ്റുന്നു. എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു സുഹൃത്തുണ്ട്, എനിക്കൊരു കൗൺസിലറുണ്ട്, ഒരു മെന്റൽ സപ്പോർട്ടുണ്ട്, ഒരു മെന്ററുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ റെസിലിയൻസ്. അപ്പൊ ആ റെസിലിയൻസ് നമ്മൾ കൂട്ടുന്ന വഴി എന്ത് കുറക്കാൻ പറ്റും? നമ്മളുടെ സ്ട്രെസ് കുറക്കാൻ പറ്റും. അപ്പൊ there is an equation, stress is equal to pressure divided by resilience. അപ്പം റെസിലിയൻസ് കൂടുമ്പോൾ നമ്മളുടെ സ്ട്രെസ് കുറക്കും. അപ്പൊ എങ്ങനെ റെസിലിയൻസ് കൂട്ടാം? നമ്മൾ എന്ത് ചെയ്യണം? നല്ല അഫർമേഷൻസ് എടുക്കുക, ഒരുപാട് ബുക്കുകൾ വായിക്കുക, നല്ല നല്ല ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, നല്ലൊരു സൗഹൃദ കൂട്ടായ്മയിൽ വരിക. ഒരുപക്ഷെ അവിടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സപ്പോർട്ടിങ് ഗ്രൂപ്പുള്ള ആൾക്കാരാണ് എന്നെ കേൾക്കുന്നത്. സോ യു ആർ ബ്ലസ്ഡ്, യു ആർ ലക്കി. നിങ്ങൾ ഭാഗ്യവാനാണ്, അനുഗ്രഹീതനാണ്. അടുത്തെന്താ? ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ഗുണമാണ് അടുത്തത്, പോസിറ്റിവിറ്റി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അഫർമേഷന്റെ ഗുണം എന്താണ്? പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നു, ഒരു പ്രസാദാത്മക മനോഭാവം, ഒരു കൃതജ്ഞതാ മനോഭാവം ഉണ്ടാക്കുന്നു. അപ്പൊ എങ്ങനെ നമുക്ക് തുടങ്ങാം? ഐ ആം സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. സ്റ്റേ ഇൻ ദ പ്രസന്റ് ടെൻസ്, കീപ് ഇറ്റ് പോസിറ്റീവ്, കീപ് പോസിറ്റീവ്, ബി സ്പെസിഫിക് ആൻഡ് എന്തായിരിക്കണം? പേഴ്സണൽ, വ്യക്തിപരമായിരിക്കണം. റെഡി? അങ്ങനെയാണോ? യെസ് ഓർ നോ? ബി പോസിറ്റീവ് ആണോ? സ്പെസിഫിക് ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു അഫർമേഷൻ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നൊന്ന് പറയാവോ? ജോമൻ സാർ ഇപ്പൊ പറഞ്ഞു ഐ ആം ഹാപ്പി. ആരെങ്കിലും ഒരാൾ കൂടി ഷെയർ ചെയ്യാവോ? ഐ ആം ഹെൽത്തി, ഞാൻ ആരോഗ്യവാനാണ്. നമുക്ക് പെട്ടെന്ന് തീരാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്തത് നമുക്ക് വീണ്ടും പറയാം. ഐ ആം വർത്തി ഓഫ് ലവ്, റെസ്പെക്ട്. ഐ ആം വർത്തി ഓഫ് ലവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് ജസ്റ്റ് ദി അഫർമേഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലാവരും ഒന്ന് മനസ്സിൽ പറയുക, ഐ ആം എ ബ്ലെസ്സിങ് ടു ദ വേൾഡ്. ഞാൻ ഈ ലോകത്തൊരു അനുഗ്രഹീതനാണ്. ഒന്ന് പറയാവോ? ഐ ആം എ ബ്ലെസ്സിങ് ടു ദ വേൾഡ്. ഒന്ന് പറഞ്ഞേ, ഒന്ന് ബ്രീത്തിങ് എടുത്ത് പറഞ്ഞേ. ഐ ആം എ ബ്ലെസ്സിങ് ടു ദ വേൾഡ്. ഐ ലവ് ആൻഡ് അപ്രൂവ് ഓഫ് മൈസെൽഫ്. ഐ ലവ് ആൻഡ് അപ്രൂവ് ഓഫ് മൈസെൽഫ്. കേൾക്കുന്നുണ്ടോ? അടുത്തത്, എവരി ചലഞ്ച് ഐ ഫേസ് മേക്സ് മീ സ്ട്രോങ്ങർ. കണ്ട, ഞാൻ അനുഭവിച്ച എല്ലാ വെല്ലുവിളികളുമാണ് എന്നെ കരുത്താക്കുന്നത്. നോക്കിയേ, എന്ത് പവർഫുൾ അഫർമേഷൻ ആണ്. എവരി ചലഞ്ച് ഐ ഫേസ് മേക്സ് മീ സ്ട്രോങ്ങർ. നെക്സ്റ്റ്, ഐ ലവ് മൈസെൽഫ്. കണ്ട, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്ന ആണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയില്ല. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഗ്ലാസ് എംപ്റ്റി ആണെങ്കിൽ, നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല. മറ്റൊരാളെ സ്നേഹിക്കുന്നത് വെറും
മിഥ്യ മാത്രമാണ്. സോ നമ്മൾ പറയുന്നത് തന്നെ ഐ ലവ് മൈസെൽഫ്. വീണ്ടും പറയുന്നു ഐ ലവ് മൈസെൽഫ് മോർ എവരി ഡേ. ഇന്നലെ നിങ്ങൾ സ്നേഹിച്ചു, പക്ഷെ ഇന്ന് എന്ത് ചെയ്യുന്നു? ഞാൻ എന്നെ കൂടുതൽ കണ്ടാ, ഞാൻ എന്നെ കൂടുതൽ സ്നേഹിക്കുന്ന വഴി നമുക്ക് എന്തുകൊണ്ട് വളരെ പവർഫുൾ ആവും, വളരെ പവർഫുൾ ആവും. അടുത്താണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഐ ആം ഹാപ്പി വെൻ ഐ ലവ് മൈസെൽഫ്. ഐ ആം പവർഫുൾ വെൻ ഐ ലവ് മൈസെൽഫ്. ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ കൂടുതൽ കരുത്താവുന്നു. അടുത്ത് നോക്കിയേ, എന്റെ ഓഡിയോ കംപ്ലൈന്റ് ആണോ? കുഴപ്പമില്ല. ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞ അഫർമേഷൻ എന്തൊക്കെയാണ്? ഐ ലവ് മൈസെൽഫ് എവരി ഡേ, അല്ലെ? ഞാൻ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു, ഇന്നലത്തേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, അഫർമേഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം, അത് വ്യക്തിപരമായിരിക്കണം, പ്രസന്റ് ടെൻസ് ആയിരിക്കണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റഡ് ചെയ്യണം, ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യണം. നമ്മളുടെ ഹൃദയത്തിന്റെ ചില അറകളൊക്കെ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. ചില അഫർമേഷൻസ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു വിശ്വാസം വേണം. പിന്നെന്ത് വേണം? നമുക്കിപ്പോൾ ഒരു പക്ഷേ നമ്മൾ പറയില്ലേ, ഈ നമുക്കൊരു മെന്റൽ സാങ്ച്വറി നമുക്ക് കൊണ്ടുവരണം പറ്റണം. പിന്നെന്ത് ചെയ്യണം? എല്ലാ ദിവസവും നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ കേൾക്കണമെന്നില്ല, നമ്മളുടെ മനസ്സിൽ ആവർത്തിക്കാം. അപ്പൊ നമുക്ക് അടുത്തൊരു അഫർമേഷൻ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു അഫർമേഷൻ ആണ്. ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് എമിൽകോ, അദ്ദേഹം ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു, സൈക്കോളജിസ്റ്റും ആയിരുന്നു. ഫ്രഞ്ച് ജനതയെ ഉയർത്തിയ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള അഫർമേഷൻ ആണ്. ഡേ ബൈ ഡേ, ഇൻ എവരി വേ, ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. അതിന്റെ മലയാളം പറയുമ്പോൾ അല്പം കൂടി ക്ലിയർ ആവും. ഡേ ബൈ ഡേ, ഇൻ എവരി വേ, ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എല്ലാ വിധത്തിലും എല്ലാ ദിവസവും ഞാൻ മെച്ചമായിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, ഇന്നലത്തെ ആൾക്കാരല്ല നിങ്ങൾ ഇന്ന്. എന്നിട്ട് വീണ്ടും പറയുന്നു, എന്റെ ബന്ധങ്ങൾ വളരുന്നു, എന്റെ അനുഭവങ്ങൾ കൂടുന്നു, എന്നെ എന്റെ സ്വപ്നങ്ങൾക്കും അപ്പുറം ഉയർത്താൻ കഴിയുന്ന നല്ല നല്ല ആൾക്കാരുമായി ഞാൻ സൗഹൃദം സ്ഥാപിക്കുന്നു. ഇത് നമ്മൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് അനുഭവിക്കുന്ന? നമ്മൾക്ക് വരുന്ന നല്ലതിനോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്കൊരു വിഷ്വലൈസേഷൻ കൊണ്ടുവരുന്നു. കണ്ടാ, ഞാൻ രാവിലെ എടുത്ത അഫർമേഷൻ ഇന്ന് വർക്ക് ചെയ്തു. കാരണം ഇന്ന് നമ്മൾ ഒരാളെ കണ്ടുമുട്ടി. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവരും ഇന്നൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ഒരുപക്ഷെ അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നു. ആ പുള്ളിയുടെ ബിസിനസ് സങ്കല്പങ്ങളെ പറഞ്ഞ് ഷെയർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള അഫർമേഷൻ നമുക്ക് ചെയ്യുമ്പോൾ, അപ്പം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എൻ്റെ സെഷൻ ആർട്ട് ഓഫ് അഫർമേഷൻ. ആത്മകൽപ്പനകൾ ഒരു കലയാണ്. കല നമുക്ക് ഒരുപാട് അറിയാം. സംഗീതം ഒരു കലയാണ്, പാചകം ഒരു കലയാണ്, ഡ്രോയിങ് ഒരു കലയാണ്. അതുകൊണ്ട് തന്നെ മറ്റു കലകളെ പോലെ തന്നെ നമുക്ക് അഫർമേഷൻ എന്ത് ചെയ്യാം? ട്രെയിൻ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർഫെക്ഷനിൽ എത്തിക്കാൻ പറ്റും. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും സ്വന്തമായിട്ട് കുറച്ച് അഫർമേഷൻസ് ഒക്കെ എടുക്കുക. ഒരിക്കലും അഫർമേഷൻ ഡിസീസുമായിട്ട് ബന്ധപ്പെടരുത്. നമ്മൾ പറയേണ്ട ഐ ആം ഹീലിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഉണ്ട്, അവിടെ നമുക്ക് രോഗമുണ്ടെങ്കിലും ആ രോഗത്തെ പറയുന്നില്ല. മൈ എനർജി ലെവൽസ് ഈസ്, നമുക്കൊരു പരാജയം വരുമ്പോൾ പരാജയത്തെ കുറിച്ച് പറയാൻ നമുക്കത് വേറൊരു അഫർമേഷൻ എടുക്കാം. ഐ ലേൺ ഫ്രം ദാറ്റ് ചലഞ്ചസ്. കണ്ടാ, നമുക്കൊരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്ക് എന്താ? ഐ ലേൺ ഫ്രം ദാറ്റ് ചലഞ്ചസ്. എൻ്റെ വെല്ലുവിളികളിൽ നിന്നും ഞാൻ പഠിച്ചു. പണ്ട് ഞാനും ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളും അതുപോലെ ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു? വൈ ഇറ്റ് ഹാപ്പൻസ് ടു മീ? ഇപ്പോൾ ഞാൻ ആ വൈ ഇറ്റ് ഹാപ്പൻസ് ടു മീ മാറ്റിയിട്ട് അതിന് പകരം വാട്ട് ചേർത്തു. വാട്ട് ഐ ക്യാൻ ലേൺ ഫ്രം ഇറ്റ്. ഉണ്ടോ? അവിടെയാണ് നമ്മളൊരു പോസിറ്റീവ് ചിന്ത. എനിക്ക് എന്ത് പഠിക്കാൻ കഴിയും? എന്നിട്ട് ഞാൻ വീണ്ടും അടുത്തൊരു ചോദ്യം കുറിച്ചു, എനിക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ പരാജയത്തെ നമ്മൾ വിജയത്തിന്റെ പടികളാക്കുമെന്നുള്ളത് റോബിൻ ശർമ്മയുടെ വാക്ക് നമ്മൾ ഊട്ടി ഉറപ്പിക്കുകയാണ് അഫർമേഷൻ എന്ന സ്റ്റെപ്പിലൂടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവർഫുൾ ആക്കാൻ പറ്റും. അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാൻ സമയമായി. അപ്പം കുറച്ച് അഫർമേഷൻ എടുത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ഫോർഗീവ്നെസ്സിന് ഇതിന്റെ അഫർമേഷൻ എടുക്കാം.
ഐ ഈസിലി ഫോർഗീവ് അതേഴ്സ് ആൻഡ് ഐ ആം ഈസിലി ഫോർഗിവൺ. എനിക്ക് മറ്റുള്ളവരോട് ഈസി ആയിട്ട് ഫോർഗീവ് ചെയ്യാൻ പറ്റുന്നു. ഇനി ഐ ഫോർഗീവ് മൈസെൽഫ് ആൻഡ് ഐ റിലീസ് മൈ പാസ്റ്റ് ടു ദ ഹയസ്റ്റ് സ്പിരിച്വൽ. കണ്ട, ഞാൻ എൻ്റെ ഇന്നലകളെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ അങ്ങ് ക്ഷമിച്ചു വിടുന്നു. അടുത്ത എന്താണെന്നറിയാവോ? ഐ ഫോർഗീവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ലവ് ഈസിലി. കണ്ട, നമ്മൾ ആ ക്ഷമയ്ക്ക് പകരം നമ്മൾ മറ്റുള്ളവരെ ക്ഷമയ്ക്ക് പകരം നമ്മൾ അവരെ സ്നേഹിക്കുന്നു. നമ്മൾ പറയുന്നത് എന്താണെന്നറിയാവോ? ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. കണ്ട, ഒരാൾ നമ്മളോട് ദ്രോഹം ചെയ്തെങ്കിൽ ആ വ്യക്തി അറിയാതെ നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് കൊടുക്കുന്നൊരു പ്രാർത്ഥന എന്താണ്? എന്നെ ബ്ലസ് ചെയ്യണം, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇതാണ് പോസിറ്റീവ് തിങ്ക്. അങ്ങനെ എത്ര പേർക്ക് കഴിയും? നിങ്ങളെ ദ്രോഹിച്ചവരോട്, നിങ്ങൾക്ക് പൈസ തരാത്തവരോട് എപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ചിന്തയോട് എഴുന്നേൽക്കുന്നു. അതിനു പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെലിബറേറ്റ് ആയിട്ട്, ഞാൻ പറഞ്ഞ റൈറ്റ് ഹാൻഡിൻ ലെഗിന് പകരം ലെഫ്റ്റ് ഹാൻഡ് നിങ്ങൾ ചെയ്തോ, അതുപോലെ തന്നെ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. കണ്ട, അവിടെ നമ്മളെ അനുഗ്രഹിക്കുന്നു, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അടുത്തെന്താ? ഗോഡ്സ് ലവ്സ് മീ ആൻഡ് ഫോർഗീവ്സ് മീ. പിന്നെ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. അതും നമുക്ക് അഫർമേഷനിലൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ അഫർമേഷൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പോസിറ്റീവ് അഫർമേഷൻ ഉണ്ട്, റിലേഷൻഷിപ്പ് അഫർമേഷൻ ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ഉണ്ട്, ദെൻ അബണ്ടൻസ്, നമ്മൾ ഹെൽത്ത് ആൻഡ് മണി അഫർമേഷൻ ഉണ്ട്. കണ്ടാ, അടുത്ത നല്ലൊരു മണി അഫർമേഷൻ പറയാം. മണി മേക്കിംഗ് ഐഡിയാസ് കം ടു മീ ഈസിലി. സമ്പത്തുണ്ടാക്കുന്ന ആശയങ്ങൾ എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. മണി മേക്കിംഗ് ഐഡിയാസ് കം ടു മീ ഈസിലി. അടുത്തെന്ത് പറയാൻ പറ്റും? മണി ഫ്ലോസ് ഇൻ ടു മൈ ലൈഫ് ഈസിലി. എന്നിലേക്ക് സമ്പത്ത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് അഫർമേഷൻ കൊണ്ടുവന്ന് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുക. ഓർക്കുക, മനുഷ്യനാണ്, ജീവിതമാണ്, പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. പക്ഷെ നമ്മളുടെ ഉള്ളിലെ റെസിലിയൻസ് ഉയർത്തുക ബൈ ഡൂയിങ് അഫർമേഷൻ. അങ്ങനെ നമ്മൾ കരുത്താകുക. നമ്മുടെ സ്ട്രെസ്സിനെ കുറക്കാനായിട്ട് പ്രഷർ മാറ്റാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലെ പ്രതിരോധ ശക്തിയെ ഉയർത്തിക്കൊണ്ട് ജീവിതത്തിൽ വിജയിക്കട്ടെ. അതിന് അഫർമേഷൻ, ആത്മകൽപ്പനകൾ നിങ്ങളെ സഹായിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആത്മകൽപ്പന കണ്ടുപിടിക്കുക. ഐ ആം എ ബ്ലെസ്സിങ് ടു ദ വേൾഡ്. ഞാൻ ഈ ലോകത്ത് അനുഗ്രഹീതനാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യുമ്പോൾ, യു ബിക്കം എ പവർഫുൾ പേഴ്സൺ. യെസ്. അപ്പൊ എനിക്കിതൊരു അവസരം തന്ന വിനോദ് സാറിനും ഗണേഷ് സാറിനും സന്ധ്യാവാനും ജോമാൻ സാറിനും സ്വാഗതം ചേർന്ന ജോമാൻ സാറിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പം ഹാവ് എ നൈസ് ഡേ. അപ്പം യുവർ ഡേ ബിഗിൻസ് വിത്ത് എ സ്മൈൽ, സ്പെൻഡ് വിത്ത് എ സ്മൈൽ ആൻഡ് എൻഡ്സ് വിത്ത് എ സ്മൈൽ. യുവർ ഡേ ബിഗിൻസ് വിത്ത് ആൻ അഫർമേഷൻ, ഡേ സ്പെൻഡ്സ് വിത്ത് അഫർമേഷൻ ആൻഡ് എൻഡ്സ് വിത്ത് അഫർമേഷൻ. താങ്ക് യു. അനിൽ സാറേ, ഒരുപാട് നന്ദി. അഫർമേഷന്റെ മീനിങ് നമ്മൾ ഇതിൽ നോക്കുമ്പോൾ സ്ഥിരീകരണം, ദൃഢപ്രതിജ്ഞ, ഉറപ്പ് എന്നൊക്കെയാണ് ഗൂഗിളിൽ ജസ്റ്റ് നോക്കിയപ്പം. പക്ഷെ അതിന് പുതിയൊരു മലയാളം വേർഡ്, ആത്മകൽപ്പനകൾ, മനസ്സിൽ തട്ടുന്ന വേർഡാണ്. ഞാൻ ഒത്തിരി 2 പ്രാവശ്യം എഴുതി വെച്ചു. എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. ഒരുപാട് നന്ദിയോടെ അനിൽ സാറിന് നന്ദി പറയുന്നു. വീണ്ടും ബുധൻ വെള്ളി ദിവസങ്ങൾ നമുക്ക് കാണാം. താങ്ക് യു. ഗുഡ് ഡേ. താങ്ക് യു സാർ. താങ്ക് യു Thank you, sir. Thank you, Anil sir. Thank you, sir. Thank you, sir. ഓക്കെ.